സന്ദർശനങ്ങൾ അനുഗ്രഹങ്ങളാക്കി മാറ്റുക. നമ്മുടെ യാത്രകൾ അഭിവാദനങ്ങളും ദൈവവചനം പകർന്നു നൽകുന്നതുമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതാണ് പരിശുദ്ധമ്മ ചെയ്തത്. പരിശുദ്ധമ്മയുടെ യാത്ര അത് ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹ യാത്രയാക്കി മാറ്റി. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമുക്ക് രോഗികളുടെ അരികിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാറുണ്ടോ? അല്ലെങ്കിൽ വേദനിക്കുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാറുണ്ടോ? ആ ഹൃദയങ്ങളെ തൊടാൻ പറ്റാറുണ്ടോ? ആ ഹൃദയങ്ങൾക്ക് ഒരു ആശ്വാസം നൽകാൻ പറ്റാറുണ്ടോ? നമ്മുടെ യാത്രകളിൽ ചിലപ്പോൾ കുത്തി മുറിവേൽപ്പിക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ച് കേട്ടത് പറയുന്നതുമാകാം. എന്നാൽ അതല്ല പരിശുദ്ധമ്മ ചെയ്തത്. പരിശുദ്ധമ്മ ആ വചനം കൊണ്ട് നിറയ്ക്കുകയാണ്. പരിശുദ്ധാത്മാവ് രണ്ടുപേരും പരിശുദ്ധാത്മാവ് നിറയുക എന്നാണ് പറഞ്ഞത്. എനിക്ക് ഞങ്ങളുടെ യാത്രകൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമുക്ക് യാത്ര ചെയ്യാറില്ല എന്നുള്ളതാണ്. വേദനിക്കുന്നവരുടെ അരികിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീടുകളിലേക്ക് നമ്മൾ പോകാറില്ല എന്നുള്ളതാണ്. നമ്മുടെ സ്വന്തം കാര്യം മാത്രം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ചിന്ത. എന്നാൽ ഒരു രോഗാവസ്ഥ കേൾക്കുമ്പോൾ, വീണ് കിടക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ ഓടിച്ചെല്ലാൻ, ആശ്വാസമാകാൻ, ഒരു തണലായി മാറാൻ, ഒന്ന് ദൈവവചനം കൊണ്ട് നിറയ്ക്കാൻ, അല്ലെങ്കിലും നിനക്കിത് പറ്റിയല്ലോയോ, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ എന്നല്ല പറയുക, അല്ലെങ്കിലും കുറേ ശാപങ്ങളെ കുറിച്ചല്ല സംസാരിക്കുക, ദൈവത്തെക്കുറിച്ച് മഹത്വപ്പെടുത്തി സംസാരിക്കാൻ എനിക്ക് പറ്റാറുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ കണ്ടുമുട്ടലുകള് ദൈവവിചാരങ്ങൾ പകരുന്നതും കൂടി ആയി മാറുമ്പോഴാണ് നമ്മുടെ യാത്രകൾ അനുഗ്രഹമായിട്ട് മാറുകയുള്ളൂ. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.